നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളെക്കുറിച്ചും പ്രവാസി ക്ഷേമ പദ്ധതികളെക്കുറിച്ചും ഈ ഓണക്കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ ധനസഹായ ആനുകൂല്യങ്ങളെക്കുറിച്ചുമുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്ന ഇത്തരം ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തേണ്ടതായിട്ടുണ്ട്. തെറ്റായ വാർത്തകളും പ്രചരണങ്ങളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥ വസ്തുത എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ വിവരങ്ങൾ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് കൂടി എത്തുന്നതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അടുത്തിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ രീതിയിൽ പ്രചരിച്ച ഒരു വാർത്തയാണ് സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 1750 രൂപ നേരിട്ടെത്തി എന്നുള്ളത്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മധ്യപ്രദേശ് സംസ്ഥാനത്ത് ലാഡ്ലി ബഹന എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി മോഹൻ യാദവ് മൈഹാറിൽ നടന്ന ചടങ്ങിൽ വെച്ച് DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അർഹരായിട്ടുള്ള 1,25,00,000 വരുന്ന സ്ത്രീകൾക്ക് തുക വിതരണം ചെയ്തിരുന്നു. അവിടെ പ്രതിമാസം നൽകുന്ന 1,500 രൂപയോടൊപ്പം രക്ഷാബന്ധൻ ആഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് പ്രത്യേക ഉത്സവ സമ്മാനമായിട്ട് 250 രൂപ കൂടി അധികമായിട്ട് കൂട്ടിച്ചേർത്താണ് 1,750 രൂപ നൽകിയത്. ആകെ 2,148 കോടിയിലധികം രൂപയാണ് ആ സംസ്ഥാന സർക്കാർ ഇതിനായിട്ട് വകയിരുത്തിയത്. എന്നാൽ ഈ വാർത്ത ചൂണ്ടിക്കാണിച്ച് കേരളത്തിലും എല്ലാവർക്കും 1,750 രൂപ വീതം ഓണത്തിന് കിട്ടുമെന്ന രീതിയിലൊക്കെ തന്നെ വാർത്തകൾ പ്രചരിക്കുന്നത് തെറ്റാണ്. അത് മധ്യപ്രദേശ് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം പദ്ധതിയാണെന്നും കേരളത്തിലെ വ്യവസ്ഥകൾ വേറെയാണെന്നും എല്ലാവരും തിരിച്ചറിയുക. സംസ്ഥാനത്ത് ഈ അടുത്തിടെ ഏറെ ചർച്ചയായ ഒന്നാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ കാര്യം. മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഒന്നും ലഭിക്കാത്ത സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും വലിയൊരു ആശ്വാസമാകും ഈ പദ്ധതി എന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പ്രത്യേകിച്ചും AY അതോടൊപ്പം തന്നെ PHH വിഭാഗത്തിൽപ്പെട്ട അർഹരായിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ നിലവിൽ ഈ പദ്ധതി താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശനും സർക്കാരും വ്യക്തമാക്കിയതനുസരിച്ച് നിലവിലുള്ള ഗുണഭോക്തൃ പട്ടികയിൽ നിരവധി ക്രമക്കേടുകളും അപാകതകളുമൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അർഹതയില്ലാത്ത പലരും പട്ടികയിൽ ഉൾപ്പെടുകയും കൃത്യമായ ഫീൽഡ് വെരിഫിക്കേഷനൊക്കെ തന്നെ നടക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പട്ടിക പൂർണ്ണമായിട്ട് പുനഃപരിശോധിക്കാനായിട്ട് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അർഹരായവർക്ക് മാത്രം തുക ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാകാതെ വിതരണം പുനരാരംഭിക്കില്ല. മറ്റൊരു പ്രധാന വിഷയം പ്രവാസി ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ദീർഘകാലമായിട്ട് ജോലി ചെയ്ത ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ സാധാരണക്കാരുള്ള പ്രവാസികൾ ആശ്രയിക്കുന്ന നോർക്ക ക്ഷേമനിധി പെൻഷൻ കഴിഞ്ഞ 3 മാസമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രവാസി പെൻഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. 32 കോടിയോളം രൂപയാണ് സർക്കാർ ഇതിനായിട്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ ഒരു ചെറിയ പെൻഷൻ തുകയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് അവർക്ക് ഏറെ ആശ്വാസമാണ് ഇപ്പോഴത്തെ ഈ ഒരു നടപടി എന്ന് പറയുന്നത്. സർക്കാർ അക്കൗണ്ടിൽ നൽകുന്ന ഈ തുക അത് കേവലം ഒരു സാമ്പത്തിക ഇടപാടായിട്ട് തോന്നാമെങ്കിലും ലഭിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അത് പ്രതിമാസ മരുന്നുകൾ വാങ്ങാനും വീട്ടിലെ വൈദ്യുതി ബില്ല് അടയ്ക്കാനും ഭക്ഷ്യസാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പെൻഷൻ തുക വൈകിയപ്പോൾ പ്രവാസികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ തന്നെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ അതിനൊരു ആശ്വാസം ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ തന്നെ 5,000 രൂപയും 6,000 രൂപയും വീതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്നെന്ന് കാണിക്കുന്ന അനവധി പ്രചരണങ്ങളൊക്കെ തന്നെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളിൽ ആരും വീണു പോകരുത്. സർക്കാർ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. നിലവിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ കാര്യത്തിൽ പുതിയ അപേക്ഷകരുടെയും പഴയ പട്ടികയിലുള്ളവരുടെയും ഒക്കെ തന്നെ വിവരങ്ങൾ പൂർണ്ണമായി പരിശോധിച്ച് അർഹത ഉറപ്പുവരുത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുൻപ് അപേക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്തും എന്ന് നമുക്ക് കരുതാനാകില്ല. അതിനാൽ തന്നെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലാണോ മറ്റ് ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഔദ്യോഗിക അറിയിപ്പുകൾ വരുമ്പോൾ മാത്രമേ പെൻഷൻ വിതരണ തീയതികളെക്കുറിച്ച് ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. അതേസമയം ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകുന്ന പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സ് പൂർത്തിയായ മുതിർന്ന പൗരന്മാർക്ക് ഓണക്കോടി വാങ്ങുന്നതിനായിട്ട് 1,000 രൂപ വീതം പ്രത്യേക ധനസഹായം വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി CMDRFിൽ നിന്ന് 5.28 ലക്ഷം കോടി രൂപ വകയിരുത്തിയാണ് 52,826 വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്നത്. സാധാരണയായിട്ട് മറ്റ് ക്ഷേമ പദ്ധതികൾ ലഭിക്കുന്നവർക്ക് ഇത്തരം ആനുകൂല്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളൊക്കെ തന്നെ വാങ്ങുന്നവർക്കും ഈ ഒരു 1,000 രൂപ ലഭിക്കുമെന്നത് വയനാട്, ഇടുക്കി, അട്ടപ്പാടി തുടങ്ങിയ മലയോര മേഖലയിലേക്ക് തന്നെ അർഹരായിട്ടുള്ള ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്.
ഓണാഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് വിവിധ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസും 20,000 രൂപ ഓണം അഡ്വാൻസ് വിതരണം ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ നാടിൻ്റെ ഗ്രാമീണ തലത്തിൽ മികച്ച സേവനം നടത്തുന്ന ആശാപ്രവർത്തകർക്കും അംഗനവാടി ജീവനക്കാർക്കും 1450 രൂപ വീതം പ്രത്യേക സാമ്പത്തിക സഹായവും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1200 രൂപ വീതം നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഒപ്പം കർഷകർക്ക് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള തുക അടിയന്തരമായിട്ട് നൽകാനും അംഗനവാടി ജീവനക്കാരുടെയൊക്കെ തന്നെ കുടിശ്ശിക തീർപ്പാക്കാൻ 34 കോടിയോളം രൂപ അനുവദിക്കാനും പാചക തൊഴിലാളികൾക്ക് ഉയർന്ന ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെൻഷനുകളെയും അതോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതികളെയും ഒക്കെ തന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാർക്ക് ഈ തുകകളൊക്കെ സമയബന്ധിതമായിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഓണക്കാലത്ത് വിപണികൾ സജീവമാകുമ്പോൾ കുടുംബത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത്തരം സഹായങ്ങൾ വലിയ പിന്തുണയായി മാറും. താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുന്ന പെൻഷനുകളുടെ വെരിഫിക്കേഷൻ വേഗത്തിൽ പൂർത്തിയാക്കി അർഹരായിട്ടുള്ള എല്ലാവർക്കും തുക ലഭ്യമാക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിൽ നിന്നും ഉള്ള പ്രതീക്ഷ. ഏതായാലും ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും സംശയങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വളരെ കൃത്യമായ വാർത്തകളും അതോടൊപ്പം തന്നെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളും തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ഫോളോ ചെയ്യുവാനും മറക്കരുത്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.